പറയാൻ പോകുന്നത് ഷഷ്ഠിവ്രതത്തെക്കുറിച്ചാണ്. സന്താന ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ് ഷഷ്ഠിവ്രതം. ഷഷ്ഠിവ്രതം തുലാമാസത്തിലെ ഷഷ്ഠിയാണ് ഏറ്റവും പ്രാധാന്യം. അന്നാണ് വ്രതം ആരംഭിക്കേണ്ടതും. മുരുക ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാനായി എല്ലാവരും ഷഷ്ഠിവ്രതം നോൽക്കുകയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി ഭഗവാന്റെ ക്ഷേത്രം സന്ദർശിക്കുകയും അന്നേ ദിവസം ഭഗവാന്റെ വ്രതമാചരിച്ചുകൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ ജീവിക്കുകയും ചെയ്യുക. അന്നത്തെ വ്രതം ദിവസം അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യമല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പാടുള്ളതല്ല. ഭഗവാന്റെ ഗുണങ്ങളും ഐശ്വര്യവും ലഭിക്കാനായി എല്ലാവരും പ്രാർത്ഥിക്കുക. പാർവതീദേവി സ്വന്തം മകൻ്റെ പാപങ്ങൾ തീരുവാൻ വേണ്ടി എടുത്ത വ്രതമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഷഷ്ഠിവ്രതം നോറ്റാൽ 12 ഷഷ്ഠിവ്രതം പൂർത്തിയാക്കുന്നതുവരെ എല്ലാ മാസത്തെയും ഷഷ്ഠിവ്രതം ആചരിക്കേണ്ടതുമാണ്. 12ാമത്തെ മാസത്തെ ഷഷ്ഠിവ്രതം എടുത്തുകൊണ്ട് എല്ലാവരും ക്ഷേത്രം സന്ദർശിക്കുകയും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സാധുക്കൾക്ക് അന്നദാനവും വസ്ത്രവും നൽകുകയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. പാല്, എണ്ണ, കരിക്ക്, ഭസ്മം, അഭിഷേകം, ത്രിമധുരം, പായസം, നൈവേദ്യം എന്നിവയും ഭഗവാന് അർപ്പിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങൾ അർച്ചിച്ചുകൊണ്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടും അന്നേ ദിവസം വ്രതം നോൽക്കേണ്ടതാണ്. ഇതേ രീതിയിൽ ചെയ്തു വന്നാൽ മക്കളുടെ അഭിവൃദ്ധിക്കും സന്താനങ്ങൾക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതുമാണ്. സൽക്കർമ്മങ്ങളിലൂടെയും സൽപ്രവർത്തികളിലൂടെയും മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സംഭവിക്കുകയുള്ളൂ.